ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്ത് പ്ലാന്റാണെന്ന് മനസ്സിലായി. ഇത് ദൈവത്തിൻ്റെ കിരീടം എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ മഹോട്ട ദേവ അല്ലെങ്കിൽ മക്കോട്ട ദേവ, അങ്ങനെ രണ്ട് രീതിയിൽ പ്രൊണൗൺസ് ചെയ്യാറുണ്ട് കേട്ടോ. ആ പഴമാണിത്. ഈ പഴമെന്ന് പറഞ്ഞാലും പഴം പരുവത്തിൽ ഇതിനെ കഴിക്കുകയല്ല ചെയ്യുക കേട്ടോ. ഇത് പ്രമേഹ രോഗികൾക്ക് പ്രമേഹം കുറയാനാണ് കേട്ടോ പ്രധാനമായിട്ടും യൂസ് ചെയ്യാറ്. ഇത് നല്ലൊരു ഒറ്റമൂല് തന്നെയാണ്. ഈ പഴം പറിച്ചെടുത്തിട്ട് അതിൻ്റെ തൊലി ചെറിയ രീതിയിൽ മുറിച്ച് എടുത്തതിന് ശേഷം അത് ഉണങ്ങി ആ ഉണങ്ങുന്ന ഓരോ ചീള് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചാണ് കേട്ടോ ഇതിൻ്റെ പ്രമേഹം നമുക്ക് മാറ്റാൻ സാധിക്കുക, കുറയ്ക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടായതല്ല, ഇത് നമ്മുടെ അടുത്ത വീട്ടിലത്തെയാണ്. അവിടെ ഞാൻ ചോദിച്ചിട്ട് കുറച്ച് പറിച്ചെടുക്കുന്നതാണ്. എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് നല്ല രീതിയിൽ ഷുഗർ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെതാ ഞാൻ പറിച്ചെടുക്കാൻ ചെന്നപ്പം താഴെ ഓൾറെഡി പൊഴിഞ്ഞ് കുറേ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് കേട്ടോ പെറുക്കിയെടുത്തത്. ഒന്നിനും രണ്ടുമായി ഞാൻ പറിച്ചുള്ളൂ, ബാക്കി പൊഴിഞ്ഞ് കിടന്ന് എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ ഇത്ര എണ്ണം അവിടുന്ന് എടുത്തിട്ടുണ്ട്. ഞാനിത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. പൊഴിഞ്ഞ് കിടന്നുകൊണ്ട് തന്നെയും നല്ല വൃത്തിക്ക് നന്നായിട്ട് കഴുകിയെടുത്തു. കണ്ടാൽ നമുക്ക് ഒന്നും കുഞ്ഞ് ആപ്പിളാണ്, പക്ഷേ അല്ല, ഇതിനകത്ത് ചെറിയ ചെറിയ കേടൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് മുറിച്ച് കളഞ്ഞിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. ഞാൻ ഓരോന്നും എടുത്ത് നന്നായി വൃത്തിയായിട്ട് കഴുകിയെടുത്തു കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു വിത്താണ് ഉള്ളത്. അത് നമുക്ക് മുറിഞ്ഞു പോകാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക രീതിയിൽ മുറിച്ചെടുക്കുകയും ചെയ്യണം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാണുന്നതും. അപ്പം ഞാനൊരു തവണ ഈ വഴി കൂടെ നടന്നു പോയപ്പോൾ വഴി സൈഡിൽ ഇത് നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഇത് എന്ത് സാധനമാണെന്ന് ചോദിച്ചപ്പോൾ ഹസ്ബൻഡാണ് പറഞ്ഞത് ഇത് പ്രമേഹ രോഗികളൊക്കെ കഴിക്കുന്ന ഒരു പഴമാണ്, ഇതിൻ്റെ പേര് ഞാൻ മറന്നു പോയി. അപ്പോൾ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മക്കോട്ട ദേവ എന്നാണ് ഇതിനെ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് ഇത് മൊത്തം കേടാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഈ സൈഡ് നന്നായിട്ട് മുറിച്ച് കളഞ്ഞിട്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഞാൻ മൊത്തം ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കേടായതുകൊണ്ട് ഇത് എടുക്കണോ വേണ്ടിയോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ മുറിക്കുകയാണ്. പിന്നെ സെൻറ്ററിൽ കൂടി ഇങ്ങനെ മുറിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ. നന്നായി പൊഴിഞ്ഞ് വീണതുകൊണ്ട് തന്നെ നന്നായിട്ട് പഴുത്തു പോയി. കണ്ടോ, അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ വിത്തിരിക്കുന്നത്. നമ്മൾ വെള്ളത്തിൽ തിളപ്പിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ടാണല്ലോ തിളപ്പിക്കുന്നത്, ജീരകമോ ഉലുവയോ ഒക്കെ. അതുപോലെ ഇതിൻ്റെ ഒരു ചീലിട്ട് തിളപ്പിച്ച വെള്ളം എല്ലാവർക്കും വീട്ടിൽ യൂസ് ചെയ്യാമെന്നാണ് കേട്ടോ കേട്ടത്. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും കൂടി എടുത്താൽ പെട്ടെന്ന് തീർന്നു പോകുന്നതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതാണ് അതിൻ്റെ സീഡിരിക്കുന്ന പോർഷൻ കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്നും എടുത്ത് നന്നായിട്ട് ഇങ്ങനെ കീറി അതിൻ്റെ വിത്ത് എടുത്ത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ, നട്ട് വയ്ക്കാമെന്നോർത്ത്. അങ്ങനെ ഓരോന്നും ഞാൻ കീറിയെടുത്തു. മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉണങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചത് ഒരു ഡിഷിനകത്തെടുത്ത് നമ്മുടെ അടുപ്പും പാത്രത്തിൻ്റെ അടുത്ത് വെക്കുകയാണ് കേട്ടോ. അല്ലാതെ നമുക്ക് പ്രത്യേകമായിട്ട് വേറെ സ്ഥലമൊന്നും ഉണങ്ങാനായിട്ടില്ല. ഇതാണ് ഇതിൻ്റെ വിത്ത് കേട്ടോ. ഒറ്റ വിത്തേ ഉള്ളൂ, നടുക്ക് എങ്ങനെ ഇരിക്കും. അത് ശകലം മുറിഞ്ഞു പോയി, എനിക്ക് വേറെ വിത്ത് കിട്ടിയിട്ടാകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ വിത്ത്. അപ്പോൾ ഞാനത് നന്നായിട്ട് എടുത്തിട്ട് അരിഞ്ഞെടുത്താണ് കേട്ടോ. ഇത് നമ്മളൊക്കെ ആപ്പിളൊക്കെ മുറിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് തോന്നും കണ്ടാൽ. നന്നായിട്ട് നിരത്തി വാട്ടർ കണ്ടൻറ്റ് കൂടുതലുണ്ട് ഇതിനകത്ത്, അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂപ്പിൽ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് അകത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ അടുപ്പും ഭാഗത്തെ വെച്ച് ഉണങ്ങിയെടുത്തു കേട്ടോ. ഇത് 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഒരു ചീലിട്ട് തിളപ്പിച്ച് അത് 1 ഗ്ലാസ്സായിട്ട് എടുക്കാനാണ് പറയുന്നത്. പ്രമേഹം പെട്ടെന്ന് കുറയുമെന്നാണ് കേട്ടോ കേട്ടത്. ഒരുപാട് അനുഭവസ്ഥർ പറഞ്ഞു, അല്ലെങ്കിൽ ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട്, ആയുർവേദ ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട്. ഇത് നല്ല മാർക്കറ്റുള്ളൊരു പഴമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി എനിക്ക് കിട്ടിയ വിത്തുകളൊക്കെ ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മുടെ എല്ലായിടത്തും ഉണ്ടാകുമെന്നൊന്നും അറിയില്ല, എന്നാലും നമുക്ക് നട്ട് വെച്ച് നോക്കാമല്ലോ. ആ കേട് വന്നാൽ ഞാൻ എടുത്തില്ല കേട്ടോ, അത് ഞാൻ കളഞ്ഞു. ഇതുണ്ടോ, ഒറ്റ വിത്തായിട്ട് അതിനകത്ത് ഞാൻ പൊക്കിയെടുത്താണ് കേട്ടോ. ഇത്രയും കുഞ്ഞിതാണ് ആ വിത്ത്. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റേത് കുറേശ്ശെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇത് ഞാൻ പിറ്റേ ദിവസം എടുത്താണ് കേട്ടോ. നന്നായിട്ട് എൻ്റെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എടുക്കുമ്പോൾ തന്നെ ആണെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയത് കേട്ടോ. ഇനി നമുക്കിത് നല്ലൊരു ഡപ്പയ്ക്കകത്തിട്ട് അടച്ച് സൂക്ഷിച്ചാൽ മതി. ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. കണ്ടോ, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്.
അപ്പം ഇതുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇങ്ങനെ പരീക്ഷിച്ച് വെച്ചോളൂ കേട്ടോ. നമ്മുടെ വീട്ടിൽ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് തിളപ്പിച്ച് കൊടുക്കാനായിട്ട് ഉണ്ടാക്കി വെക്കുക കേട്ടോ. അപ്പം ഞാൻ എന്താ ഇങ്ങനെ ഒരു ഡെപ്പിക്കകത്തേക്ക് എടുത്തത് വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.